ഒരു നിമിഷം ശങ്കിച്ചു പോയി. അല്ലപ്പോൾ ഫുട്ബോൾ മാറ്റി ഡബ്ല്യു ആയോ എന്ന്. കഴുത്തിന് പിടിക്കുന്നു, ഇങ്ങനെ പിടിച്ച് ഉന്തുന്നു, കുത്തുന്നു, തള്ളുന്നു. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്ന പെഡ്രോനെറ്റോ. മെക്സിക്കോക്കെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരമാണ്. ഇതൊരു ഫ്രണ്ട്ലി ആണെന്ന ബോധം പോലും ഇല്ല. പെഡ്രോനെറ്റോക്ക് മാത്രമല്ല, മറുഭാഗത്ത് ഹീസസ് ഗലാഡോ. രണ്ടുപേരും ചേർന്നുകൊണ്ട് രണ്ടാം പകുതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വൈബ് ഒഴിച്ചാൽ ഈ കളിയിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. മെക്സിക്കോ വേഴ്സസ് പോർച്ചുഗൽ ഫ്രണ്ട്ലി മത്സരം വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല ടീമുകളും ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒന്നുമാണ്. ഒരു കാര്യവുമില്ലാതെ കളിക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഉരസലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് പിന്നെ ഈ രൂപത്തിലേക്കുള്ള റെസ്ലിംഗ് സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ മാറി. റെസ്ലിങ്ങോ ബോക്സിങ്ങോ എന്ത് വേണമെങ്കിലും വിളിക്കാം, അതാണ് നടന്നത്. ഇതിനപ്പുറത്തേക്ക് കളിയിൽ ഗോളടിക്കാൻ രണ്ട് ടീമിനും കഴിഞ്ഞില്ല. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലെങ്കിൽ പോർച്ചുഗലിന് ഗോളുമില്ല, വിജയവുമില്ല. നോ ക്രിസ്ത്യാനോ, നോ ഫൺ, നോ വിൻ എന്ന അവസ്ഥയിലേക്ക് പോർച്ചുഗൽ പോകുന്ന കാഴ്ച. 41 വയസ്സുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക്. ഇപ്പോഴും അദ്ദേഹമാണ് അവരുടെ ഏറ്റവും വലിയ ഗോൾ ത്രെട്ട്. CR7 പരിക്ക് മൂലം ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് പകരം മുന്നേറ്റങ്ങൾ നയിച്ച ഗോൺസാലോ റാമോസ് വളരെ പരിതാപകരമായ പെർഫോമൻസാണ് നടത്തിയത് എന്നുള്ളത് പറയാതെ വയ്യ. മികച്ച ടീമുണ്ട്, ഈ വേൾഡ് കപ്പ് കൊണ്ടുപോകും, വേൾഡ് കപ്പ് നേടാൻ പറ്റുന്ന ടീമുണ്ട്. CR7 ഇനി ബെഞ്ചിലിരുത്തിയാലും കുഴപ്പമില്ല എന്നൊക്കെ വാദിക്കുന്നവർ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതൊക്കെ വെറുതെയാണ് എന്നൊരിക്കൽ കൂടി തെളിഞ്ഞ മത്സരമാണ്. മുന്നേറ്റങ്ങൾ നയിക്കാൻ ഗോൺസാലോ റാമോസും ബ്രൂണോ ഫെർണാണ്ടസും ജാവോ ഫെലിക്സും കോൺസിസാവോയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടെന്താ, കുറേ നീക്കങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ആദ്യ പകുതിയിൽ ഒറ്റ ഷോട്ട് മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് ഉതിർത്തത്. രണ്ടാം പകുതിയിലും കാര്യങ്ങളിൽ മാറ്റമൊന്നുമില്ല. പോർച്ചുഗൽ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു മെക്സിക്കോയോട്. ഇനിയിപ്പോൾ അടുത്ത മത്സരം USA-ക്കെതിരെയാണ്. എന്താവുമോ എന്തോ. ഒരു കാര്യം ഉറപ്പാണ്, നോ ക്രിസ്ത്യാനോ റൊണാൾഡോ, നോ ഫൺ ഫോർ പോർച്ചുഗൽ.